ഇനി സഹോദരങ്ങളെ, ഈ മക്കയിലെ മുശ്രിക്കുകൾ നമ്മൾ പറഞ്ഞു, അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും അള്ളാഹുവിനെ അറിഞ്ഞിട്ടും അവരോട് യുദ്ധം ചെയ്യാനും അവർ മുശ്രിക്കുകളാണെന്ന് പറയാനും കാരണം എന്താണ്? അവർ ഇടയാളന്മാരെ സ്വീകരിച്ചു എന്നുള്ളതാണ്. 3 കാരണങ്ങളാണ് ആ ഇടയാളന്മാരെ സ്വീകരിക്കാൻ അവർ പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ പരിശോധിച്ചാൽ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിലേക്ക് പങ്കുകാരെ ചേർക്കാൻ, അതിന് ഇടയാളന്മാരെ വെച്ച് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാനുള്ള കാരണം 3 കാരണങ്ങളാണ് പ്രധാനമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. ഉറപ്പായിട്ടും സമസ്തയുടെ ആദർശം പിൻപറ്റുന്ന ഒരാളോട് നമ്മൾ തൗഹീദ് പറഞ്ഞു കൊടുത്താൽ ഈ 3-ലൊരു കാരണം അവരും പറയും. നഊദു ബില്ലാഹ്. ഈ 3-ലൊരു കാരണം അവരിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ കേൾക്കും. നമ്മൾ 3 കാരണങ്ങൾ. ഒന്നാമത്തേത് മക്കയിലെ മുശ്രിക്കീങ്ങൾ ശിർക്ക് ചെയ്യുന്നതിന് പറഞ്ഞിരുന്നത് സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു തആല പറയാണ്, അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായിട്ടുള്ള ദീൻ അത് അല്ലാഹുവിന് വേണ്ടിയാണ് ചെയ്യേണ്ടത്. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചിട്ടുള്ളവർ, അവര് പറയും മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഒന്നാമത്തെ വാദം, ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്യുന്നില്ല അള്ളാഹുവിലേക്ക് ഒരടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടല്ലാതെ. ഇവർക്കൊരു കഴിവുമില്ല. ഇവര് ഞങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ല, ഇവര് ഞങ്ങൾക്ക് ഉപജീവനം നൽകി എന്ന് പറയുന്നില്ല. പക്ഷേ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ആളുകളാണ് ഈ ഖബറിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ ജാറത്തിലുള്ളത്, അല്ലെങ്കിൽ ഇന്ന വലിയ എന്നവർ പറയും. ഒന്നാമത്തെ വാദം ഉറപ്പല്ലേ? അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ സ്വീകരിക്കുന്ന ആളുകൾ അവർ ഈ വാദം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. രണ്ടാമത്തെ വാദം മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നത് അല്ലാഹു തആല പറയാണ് സൂറത്തു യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അല്ലാഹുവിന് പുറമെ ഒരു ഉപദ്രവവും ചെയ്യാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത ആളുകളെ അവർ ആരാധിക്കുന്നു, അല്ലെങ്കിൽ വസ്തുക്കളെ ആരാധിക്കുന്നു. എന്നിട്ട് പറയാണ് വയഖൂലൂൻ, എന്നിട്ട് ആ മുശ്രിക്കീങ്ങൾ പറയുന്നു, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഈ കൂട്ടർ ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ഇലാഹുകൾ അള്ളാഹുവിലേക്കുള്ള ഞങ്ങളുടെ ശുപാർശകരാണ്, അള്ളാഹുവിലേക്കുള്ള ശുപാർശകരാണ്, അഥവാ ഇടയാളന്മാരാണ്. രണ്ടാമത്തെ വാദം ഇതും നമ്മൾ കേട്ടിട്ടുണ്ടാകും. സമസ്ത ആദർശം പിൻപറ്റുന്ന ആളുകൾ അവർ ഈ ജാറത്തിൽ പോകാനും അള്ളാഹു അല്ലാത്ത അവരുടെ ഔലിയാക്കളെ വിളിച്ച് തേടുന്നതിനും ഈ വാദം അവർ പറയും. മൂന്നാമത്തെ വാദം അവർ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 104-ാമത്തെ ആയത്തിൽ പറയുന്നു, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, മുശ്രിക്കീങ്ങളോട് പറയപ്പെട്ടാൽ, തആലൗ ഇലാ മാ അൻസലല്ലാഹു വ ഇലർ റസൂൽ, അള്ളാഹു ഇറക്കിയിട്ടുള്ള, അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഇറക്കിയിട്ടുള്ളതിലേക്ക് അവരെ വിളിച്ചു കഴിഞ്ഞാൽ, ഖാലു, അവർ പറയും, ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങൾക്ക് മതി, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, എന്റെ വാപ്പയും എന്റെ വാപ്പാന്റെ വാപ്പയും ഒക്കെ ആയിട്ട് വരുന്ന ഈ ദീന് മതി ഞങ്ങൾക്ക് എന്ന് അവർ പറയും. ഇത് മതി എന്ന് അവർ പറയും. എന്നിട്ട് അള്ളാഹു പറയാൻ, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പിതാക്കന്മാര് ഒരു അറിവുമില്ലാത്ത, നേർമാർഗത്തിലല്ലാത്ത ആളുകളായിരുന്നാലും ഈ വാദമാണ് അവർ പറയുന്നത്. വേറൊരു ആയത്തിൽ കൂടി അള്ളാഹു പറയുന്നുണ്ട് ഇതേ കാര്യം. സൂറത്തുൽ ലുഖ്മാനിലെ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാൻ, വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയത് പിൻപറ്റൂ എന്ന് അവരോട് പറഞ്ഞാൽ, ഖാലു, അവർ പറയും, ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഏതൊന്നിലായിരുന്നുവോ അതിലേ ഞങ്ങൾ നിൽക്കുകയുള്ളൂ. മൂന്നാമത്തെ വാദം ഇതായിരിക്കും, ഞങ്ങളുടെ കാരണവന്മാരും പിതാക്കന്മാർ ഏതൊന്നിലാണോ അത് മതി ഞങ്ങൾ. എന്റെ ഉപ്പി എന്റെ വെല്ലിപ്പിയൊക്കെ ഇതേ ആദർശത്തിലായിരുന്നു, അതുകൊണ്ട് അതിൽ ഞാനും പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇന്ന മൗലവി, ഇന്ന ഉസ്താദ് ഇന്ന ആദർശത്തിലാണ്, അതുകൊണ്ട് ഞാനും അതിൽ നിൽക്കുകയുള്ളൂ. ഇങ്ങനെ ഇമ്മഅത്ത് ഒപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾ. ഈ 3 വാദങ്ങൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ വെച്ച് അവരെ ആരാധിച്ച്, അവരോട് പ്രാർത്ഥിച്ച്, അവരോട് ശുപാർശ തേടി, അവരോട് സഹായം തേടിയിരുന്ന ആളുകൾ അള്ളാഹുവിൽ ശിർക്ക് ചെയ്തിരുന്ന, ശാശ്വതമായി നരകാവകാശിയാകുന്ന, സ്വർഗത്തിൽ പ്രവേശനം പോലും ലഭിക്കാത്ത പാപമായിട്ടുള്ള, ദുൽമായിട്ടുള്ള, അക്രമമായിട്ട് ശിർക്ക് ചെയ്യുന്ന ആളുകൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്ന വാദമാണ്. ഇത് കേൾക്കുന്ന സമസ്ത ആദർശം പിൻപറ്റുന്ന സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ഇത് തന്നെയല്ലേ നിങ്ങൾക്കും പറയാനുണ്ടാവുക?
അള്ളാഹു അല്ലാതെ ഏതെങ്കിലും ഒരു ജാറത്ത് പോയിട്ട് എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അവരോട് എന്തിനാണ് ശുപാർശ തേടുന്നത്? അവരുടെ മുമ്പിൽ എന്തിനാണ് സുജൂദ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇബാദത്തിന്റെ ഇനങ്ങൾ അവരുടെ മേലെ അർപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതല്ലാത്ത എന്ത് കാരണമാണ് നിങ്ങൾക്ക് പറയാനുണ്ടാവുക? നഊദു ബില്ലാഹ്. എവിടെയാണ് ഈ ഒരു സമൂഹത്തിന്റെ നിലപാട്? എന്താണ് ഈ സമൂഹത്തിന്റെ അവസ്ഥ? നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്.